ഹായ് ഓൾ, ശിവയാണ്. അപ്പോൾ എൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ, സിംറ്റംസ് എന്ന് പറയുമ്പോൾ, എനിക്ക് കുറച്ച് മാസങ്ങളായിട്ട് എന്താ പറയുക, ശാരീരികമായ പനി അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ബാലൻസ്, തല കുനിയിട്ടിട്ട് എന്തെങ്കിലും അവസ്ഥ കൊടുക്കുമ്പോൾ നമുക്ക് തല കറങ്ങുന്ന, ബാലൻസ് പോണ നഷ്ടം, ബാലൻസിങ് പോണ പോലെ തോന്നും. പിന്നെ അതേപോലെ തന്നെ നെഞ്ചിൽ ചില സമയത്തേക്ക് എന്തോ വെച്ച് ഇങ്ങനെ കുത്തുന്ന ഒരു ഫീലിങ്, അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനൊരു ജസ്റ്റ് ഒരു എന്താ പറയുക ഡോക്ടറെ കാണിക്കുന്നത്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നെഞ്ചുവേദന ജസ്റ്റ് ഒന്ന് കൂടിയപ്പോഴും മുഖത്ത് നീര് കൂടിയപ്പോഴും ജസ്റ്റ് കാണിച്ചപ്പോൾ ഡോക്ടർ ആദ്യം പോയപ്പോൾ തന്നെ നമുക്കൊരു CT സ്കാൻ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഒരു ECG എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ എക്സ്റേ എടുത്തപ്പോൾ അതിൽ ജസ്റ്റ് ഒരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു എന്താ പറയുക ENT കാണിക്കും, സർജനെ അല്ലെങ്കിൽ തൊറാക്സിക്കിനെ കാണിക്കുന്നു. അപ്പോൾ അതേപോലെ ഞാൻ ENT സർജൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്കൊരു കഴുത്തിൽ ചെറിയ കയലുകൾ വന്നിട്ടുണ്ടെന്ന് മുന്നത്തെ കൂടി പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതോട് സംബന്ധിച്ചിട്ട് അവിടെ ആ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഇതുവരെ ഒരു അൾട്രാസൗണ്ട് ചെയ്തപ്പോഴാണ് എൻ്റെ കഴുത്തിൽ ചെറിയ മുഴകൾ, താഴേക്ക് ഇറങ്ങുന്നതോടും ഞരമ്പുകൾ എന്തോ പിടിച്ച് വലിക്കുന്നൊരു ഫീലിംഗ്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ജസ്റ്റിനകത്ത് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ തൊറാസിക് സർജനൊന്നും ജസ്റ്റിൻ്റെ ഒരു ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് തൊറാസിക് സർജനെ കൺസൾട്ട് ചെയ്തപ്പോൾ CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മുഖത്തൊക്കെ നീര് വന്ന് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നെഞ്ചിന് നല്ല കുത്തും, നല്ല വേദന ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CT സ്കാൻ എടുത്തപ്പോൾ CT സ്കാനിനകത്താണ് എൻ്റെ ജസ്റ്റിൻ്റെ മീഡിയസ്റ്റിൻ ഭാഗത്ത് 15 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ ഒരു ക്യാൻസർ സെല്ലുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, 15 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മുഖത്തിൽ ആ ഒരു മാസ് നമ്മുടെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകളൊക്കെ പിടിച്ച് വലുതാവും തോറും അങ്ങനെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മുഖത്ത് നീര്, പിന്നെ കഴുത്തിലൊക്കെ കയലകൾ, പനി, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ ഒരു ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? തലകറക്കം, അതോടനുബന്ധിച്ചിട്ടുള്ള വേദനകൾ, നെഞ്ചിൽ കുത്തുന്ന വേദന. ആ വേദന എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്ക് ചില സമയത്ത്, പിന്നെ ഇങ്ങനെ ആ ക്യാൻസറുകൾ വലുതാവും തോറും ഇങ്ങനെ നന്നായിട്ട് കുത്തുന്നൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അത് 15 സെൻറ്റിമീറ്റർ വലുതാവുന്ന വരെ നമ്മൾ അറിഞ്ഞില്ല. നമുക്ക് സിംറ്റംസ് ഉണ്ടായിരുന്നു, നമ്മളത് അവഗണിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ സിംറ്റംസുകൾ വല്ലതും നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ട് നിങ്ങൾക്കോ നിങ്ങളെ കൂട്ടുകാരന്മാർക്കോ വല്ലവർക്കും ഉണ്ടെങ്കിൽ, റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ട്, ബാലൻസിങ് പോകുന്ന നഷ്ടങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റിൻ്റെ വേദന, പിന്നെ കയലകൾ, വേദനയില്ലാത്ത വേലയൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. വീഡിയോ കാണുന്നവർ ചെറിയ സിംറ്റംസ് നമ്മൾ അവഗണിക്കാതെ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ക്യാൻസർ പോലത്തെ മാരകമായ അസുഖങ്ങളില്ലാതെ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ചെറിയൊരു മരുന്നിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും.